എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. അഹങ്കാരി. ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. അല്ലെങ്കിൽ പ്രശ്നമുള്ളവരുണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആരായി നോറ മുസ്കാൻ? നോറ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. റീസെന്റ് ഞാനൊരു മെന്റലിസം ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? അതില് ബിഗ് ബോസിലെ കുറച്ച് കോക്കട്ടസ്റ്റൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം കണ്ട എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ റെനയും ആദിലയൊക്കെ വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു ഫ്രെയിമില് ഞാനും ആദിലയും കൂടെ ഒരു ഫ്രെയിമിൽ വരുന്നൊരു സംഭവം ഉണ്ട്. ആ പോസ്റ്റിനകത്ത് நீங்க யாரை சந்தோஷப்படுத்துறதுக்காக இதெல்லாம் நீங்க செய்றீங்களோ அவங்களுக்கே ஒரு கட்டத்துல உங்களை பிடிக்காம போயிடும். അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറെ മെസ്സേജസ് വരാൻ തുടങ്ങി. ഞങ്ങളെ ഒരേ ഫ്രെയിമില് കണ്ടതിന്റെ ബേസിസിലുള്ള മെസ്സേജസ് ആണ്. അതെനിക്ക് ഇഷ്ടമില്ല. കഴിഞ്ഞപ്പോ ഞാൻ ആദിലെ വിളിച്ചു. അപ്പൊ എന്റെ കയ്യില് ഫിനാലയുടെ സമയത്ത് ഞങ്ങള് ക്യാരവാനിൽ വെച്ച് ഒരുമിച്ച് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്കും കൊളാബാക്കിടത്തില്ലെന്നും ആദില ചോദിച്ച് അങ്ങനെ ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്നതരമായിരിക്കുന്നു, വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ. ആ പോസ്റ്റിന്റെ താഴെ ഞാൻ ആ കമന്റ്സിനെ ഈ മാവിന്റെ മുകളിൽ വളരാൻ ശ്രമിക്കുന്ന എത്തിക്കണ്ണികളില്ലേ അതുപോലെ കാണുന്നുള്ളൂ. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയേ? കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ലേശം ഉളുപ്പ്, ഈ പോസ്റ്റ് മോൻ കണ്ടാ പ്രശ്നമില്ലേ, ഫോട്ടോ കൊളാബ് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലേ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? എനിക്ക് തന്നോട് പറയാനുള്ളത്, ഐഡിയോളജിക്കൽ ഡിസഗ്രിമെന്റ്സ് ഉള്ളവര് ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറരുതെന്നോ ഒരു ഫോട്ടോയ്ക്ക് ഒരുമിച്ച് പോസ് ചെയ്യരുതെന്നോ പറയാൻ പറ്റത്തില്ല. വ്യത്യസ്ത നിലപാടുള്ളവർക്കും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഒരാൾക്ക് ചിലപ്പോ ചില ജീവിത രീതികളോടോ ബന്ധങ്ങളോടോ യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അത് അവർ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം, ജീവിത പശ്ചാത്തലം, വിശ്വാസങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുടെ ബേസിസിലായിരിക്കാം. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ? കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. എനിക്ക് ആദിലെടുത്തോ നൂറെടുത്തോ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. ഈ രണ്ടും പറ്റൂലെന്നുള്ള ഇവിടെ നടക്കൂലേ? കാരണം ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു. ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം, ഒരുമിച്ച് ഫോട്ടോ എടുക്കാം, ഒരു വേദി പങ്കിടാം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിൽ ഒരുമിച്ച് തല കാണിക്കാം, എല്ലാം ചെയ്യും. ആദിലെടുത്ത് ഞാൻ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ നിലപാട് ഞാൻ മാറ്റിയെന്നല്ല. സോ നൂറ, എനിക്കും ആദിലയ്ക്കും ഇല്ലാത്ത പ്രശ്നം തനിക്ക് ഈ കാര്യത്തിൽ വേണ്ട. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗൈസ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.